ആണെങ്കിൽ നേരിട്ട് പറയണം. നേരിട്ട് പറയാൻ ധൈര്യമില്ല. അതാണ് ആണത്തം എന്ന് പറയുന്നത്. ആണുങ്ങളാണെങ്കിൽ. പെണ്ണുങ്ങളാണെങ്കിൽ അതിന് വേറെ വീടുണ്ടാവും. അത് ഇല്ലാതെ ഒരു മുഖമൂടിയിട്ട് ആരെയും എന്തും പറയാമെന്ന് പറയുന്നത് നല്ലതല്ല. എനിക്ക് യോജിപ്പില്ല. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഒരാൾക്കെതിരെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടില്ല. നെഗറ്റീവായിട്ട് നല്ലത് കണ്ടാൽ അത് ചീത്തയാണെങ്കിൽ വേണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അയാളുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലായിട്ടാണ് പറയണത്. വിളിച്ച് പറയാമല്ല, ഫോണിൽ കൂടി പോലും അല്ല, ചിലപ്പോൾ നേരിട്ട് പറയാം. എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ അത് പറയണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്ന ഒരു ആംഗിളെ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എൻ്റെ മനസ്സിൽ ഒരു തരി കുറ്റബോധമില്ല. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. നമ്മൾ ഈ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ ആർക്കെതിരെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്വയം നമ്മളാരാന്ന് വിലയിരുത്തുക. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ പുണ്യാളത്തികളായിരിക്കണം. ഒരാൾക്കെതിരെ അതുപോലെ സത്യം എന്താണ് ഒന്നും അറിയാതെ വെച്ച് കീറുകയാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു വശങ്ങളും നോക്കാണ്ട് എല്ലാം കയ്യിലുണ്ട് എന്നുള്ള ഒരു ഇതിൽ അടിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് കമൻറ്റ് ചെയ്യണ്ടാവും. എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ അത് ഇടയ്ക്കെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ വേദനിപ്പിക്കാൻ ഞാൻ ഒന്നാമത് ഇതൊന്നും വായിക്കാറുമില്ല, കയറാറുമില്ല, കാണാറുമില്ല. ദിലീപേട്ടനെ മാത്രം ഉന്നം വെച്ച് ചിലത് എഴുതി വിടുന്നതായിട്ട് അത് പിന്നെ ഇത് മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണ്. ഇവർക്ക് കാര്യം മനസ്സിലാവും. ഒരാൾക്കെതിരെ 2-3 തവണ പലതരത്തിലുള്ള അറ്റാക്ക് വരുമ്പോൾ തന്നെ അറിയാം ഇത് പേഴ്സണൽ ഗ്രഡ്ജാണ്, ഗൂഢാലോചനയാണ്. ഇത് ഒരാളുടെ നേരെയുള്ള ഇത് ആരാണെങ്കിലും